നമസ്കാരം. ഇസ്രയേലിൻ്റെ ആണവ പദ്ധതിയുടെ രഹസ്യങ്ങൾ മുഴുവൻ തങ്ങൾ ചോർത്തിയതായി അവകാശപ്പെട്ട് ഇറാനിലെ ഇൻ്റലിജൻസ് മന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഈ ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്. ഇറാൻ ഇൻ്റലിജൻസ് മന്ത്രി ഇസ്മായിൽ ഖത്തീബാണ് ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് ഏതെങ്കിലും തെളിവുകൾ ഹാജരാക്കാനോ മറ്റോ ഈ മന്ത്രി തയ്യാറായിട്ടുമില്ല. ഇത് വെറും വീമ്പ് പറച്ചിലാണ് എന്ന് തന്നെയാണ് പൊതുവെ കരുതപ്പെടുന്നത്. അതേസമയം 2012 ചില ഹാക്കർമാർ ഇസ്രായേലിൻ്റെ ചില ആണവ രഹസ്യങ്ങൾ ചോർത്തിയതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ അന്നും ഇക്കാര്യം നിഷേധിക്കുകയായിരുന്നു. ഏതായാലും ഇപ്പോൾ തങ്ങളുടെ കൈവശം ഇരിക്കുന്നത് ആയിരക്കണക്കിന് പേജുകൾ വരുന്ന അതീവ രഹസ്യ വിവരങ്ങളാണ് എന്നാണ് ഖത്തീബ് അവകാശപ്പെടുന്നത്. ഇത് ഇസ്രായേൽ ഏജൻറ്റുമാർ തങ്ങൾക്ക് നൽകിയതാണ് എന്നും ഇത് ദൈവമാണ് തങ്ങൾക്ക് കൊണ്ട് തന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ മന്ത്രി അവകാശപ്പെട്ടിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ ആണവ നിലയങ്ങളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും തങ്ങളുടെ കൈവശമുണ്ട് എന്നും വലിയ താമസമില്ലാതെ ഇത് സംബന്ധിച്ച എല്ലാ രഹസ്യങ്ങളും പുറത്തുവിടും എന്നുമാണ് ഇപ്പോൾ ഇൻ്റലിജൻസ് മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ആണവ നിരായുധീകരണം നടത്തണമെന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ആവശ്യത്തിന് മുന്നിൽ ഇപ്പോൾ കീഴടങ്ങണോ വേണ്ടയോ എന്നുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇറാനിലെ അവസ്ഥ വളരെ മോശമാണ്. അവിടുത്തെ സമ്പദ്സ്ഥിതി രൂക്ഷമാണ്. അവർക്കിപ്പോൾ തീവ്രവാദ സംഘടനകളെ സഹായിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ അംഗീകരിച്ചില്ലെങ്കിൽ പിന്നീട് അവർക്ക് ദുഃഖിക്കേണ്ടി വരും എന്ന രീതിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പലതവണ സൂചനകൾ നൽകിയിരുന്നു. തൽക്കാലം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കേണ്ടതില്ല എന്ന് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടതുമൊക്കെ തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ്. എന്നാൽ ഇറാൻ പൂർണ്ണമായി ആണവ നിരായുധീകരണം നടത്തണമെന്ന ട്രംപിൻ്റെ ആവശ്യം ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി അംഗീകരിച്ചിട്ടില്ല. നേരത്തെ നടന്ന ചർച്ചയിലുമൊക്കെ തന്നെ ഇറാൻ പ്രതിനിധികൾ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ തയ്യാറായതുമില്ല. അമേരിക്കയോട് അവർ ഇക്കാര്യം തുറന്നു തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ച് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കില്ലെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ ഇറാൻ അംഗീകരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ആക്രമണം നടത്താനുള്ള സാധ്യത അമേരിക്ക ഇപ്പോഴും തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് ഇറാൻ്റെ മുന്നിൽ നിൽക്കുന്ന ഏറ്റവും വലിയ ഭീഷണി. നേരത്തെ ഇറാൻ ഇസ്രായേലിന് നേർക്ക് ആക്രമണം നടത്തിയ സമയത്ത് അന്ന് പ്രസിഡന്റ് അല്ലാതിരുന്ന ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്നാണ്. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റായതിനു ശേഷവും അദ്ദേഹം പലവട്ടം ഇറാൻ്റെ ആണവായുധ നിർമ്മാണം നടത്തണമെന്നും അതല്ലെങ്കിൽ അവയെല്ലാം തന്നെ ആക്രമിച്ച് നശിപ്പിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഏതായാലും കുറേ നാളുകളായി ഇറാൻ്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ തമ്മിൽ ആണവ നിരായുധീകരണമൊക്കെ സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണ്. യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇറാൻ ഇപ്പോഴും എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഇസ്രായേലും മറ്റു പല രാജ്യങ്ങളുമൊക്കെ തന്നെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതേസമയം ഇറാനിലെ മതഭരണകൂടം എക്കാലത്തെയും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ജനങ്ങളുടെ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്, മറുവശത്ത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ തന്നെ ഇവരുടെ ആണവായുധ നിർമ്മാണത്തിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. തങ്ങൾ നേരത്തെ സഹായിച്ചിരുന്ന ഹമാസും ഹിസ്ബുള്ളയും പോലെയുള്ള തീവ്രവാദ സംഘടനകളൊക്കെ എല്ലാം തന്നെ ഏതാണ്ട് തകർന്ന് അടിഞ്ഞ ലക്ഷണത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൂത്തി വിമതരുടെ കാര്യത്തിൽ അമേരിക്ക ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആയുധ വ്യാപാരം പോലും ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ നാളെ സിറിയയിലും മറ്റും സംഭവിച്ചതുപോലെ ഒരു ജനരോഷം ഇളകി വന്നാൽ അന്ന് തെറിക്കാവുന്നുള്ളതേ ഉള്ളൂ തങ്ങളുടെ പദവി എന്ന് ഇറാനിലെ മതഭരണകൂടത്തിന് നന്നായി അറിയുകയും ചെയ്യാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിനെ വിരട്ടുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഭീഷണികൾ ഇവർ മുഴക്കുന്നത് എന്നാണ് പൊതുവെ പാശ്ചാത്യ മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്.